വെൽക്കം ടു മായ ലോഗ്സ്. ഇവിടെ UAE ഒരുപാട് പേര് നല്ല പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് ഓർഗനൈസേഷൻസ്, ഒരുപാട് വ്യക്തികൾ. അപ്പൊ ഇന്ന് ഞാൻ അങ്ങനെ ഒരു വ്യക്തിയുടെ അടുത്തോട്ടാണ് എത്തിയിരിക്കുന്നത്. കം വിത്ത് മീ. ഹായ് ആയിഷ. സോ ഇതാണ് ആയിഷ. ഹായ് ആയിഷ. സോ ആയിഷ ആള് ചെറുതാണേലും വലിയ മനസ്സുള്ള ഒരാളാണ്. അതുമല്ല, ആയിഷ മലയാളി അല്ല, ആക്ച്വലി അഹമ്മദാബാദിൽ നിന്നാണ്. പക്ഷെ മലയാളം സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ഏതൊരു മലയാളി വീണു പോകും, അത്ര നന്നായിട്ട് മലയാളം സംസാരിക്കും. എന്നാലും ആയിഷ ഹാസ് എ ലോട്ട് ഓഫ് തിങ്സ് ടു ടെൽ us. ആയിഷയുടെ ഈ ഒരു സംരംഭത്തിന്റെ ഒരു ഹിസ്റ്ററിയും ഒക്കെ പറയാനുണ്ട്. എത്ര വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട്? ഒഫീഷ്യലി ട്രേഡ് ലൈസൻസ് 2 years, അല്ലെങ്കിൽ 2006 തൊട്ട് ചെയ്യുന്നു. ഓ, 2006 തൊട്ട് തന്നെ കോൺസെപ്റ്റ് വന്നു, പക്ഷെ ട്രേഡ് ലൈസൻസ് ഒക്കെ കിട്ടിയിട്ട് 2 വർഷമായി. ശരി, നമുക്കപ്പോ ഇരുന്ന് സംസാരിച്ചാലോ? ഓക്കെ. ആയിഷ, വെരി ഹാപ്പി ടു സീ യു. അപ്പൊ നമ്മളെന്തായാലും മാസ്ക് ഊരി, കാരണം ആയിഷയുടെ മുഖം നിങ്ങൾ കാണണമല്ലോ. ആയിഷ, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം യുവർ ചൈൽഡ്ഹുഡ്. ഇത് എവിടെയായിരുന്നു? അഹമ്മദാബാദിലെ കുട്ടി എങ്ങനെ ദുബായിലെത്തി, അല്ലെങ്കിൽ UAE-ലെത്തി, ഇത്ര നന്നായിട്ട് എങ്ങനെ മലയാളം സംസാരിച്ചു തുടങ്ങി, ഇതൊക്കെയാണ് പറയേണ്ടത്. I used to love to learn languages. അപ്പൊ അങ്ങനെ ഞാൻ ബംഗാളിയും പഠിച്ചെടുത്തു. അപ്പൊ ബംഗാളി സംസാരിക്കുമ്പോൾ ആൾക്കാർക്ക് ഞാൻ ബംഗാളിയാണെന്ന്, ആൻഡ് ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് മച്ച് കളർ, പക്ക ഇത് ബംഗാളി. സോ അങ്ങനെ തന്നെ ബംഗാളി സംസാരിക്കും. മലയാളം വാസ് ഓൾസോ പാർട്ട് ഓഫ് അവർ ലൈഫ് ഓൾവേസ്, ബിക്കോസ് നെയ്ബേഴ്സ് ഉണ്ടായിരുന്നു, ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ ഐ വാസ് ഇൻ RTA ഫോർ 7 years. അവിടെ ഓൺലി മല്ലു മല്ലു. അപ്പൊ രാവിലത്തെ ചായച്ചിലേക്ക് വൈകുന്നേരത്തെ 4 മണിക്ക് പരിപ്പ് വട, എവറിഥിങ് വാസ് മല്ലു മല്ലു. സോ ഇറ്റ് വാസ് സോ ഈസി, ഇറ്റ് വാസ് സോ നൈസ്, ആൻഡ് നൗ ഐ ബിക്കം എ ലിറ്റിൽ മോർ ഫ്ലുവൻറ്റ്. അങ്ങനെയില്ല, ഞാൻ വേർഡ്സ് തപ്പും, ബിക്കോസ് എല്ലാം കിട്ടില്ല, പക്ഷെ ഐ ട്രൈ 90% ഐ ട്രൈ. പിന്നെ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി का सहारा लेके അങ്ങനെ ലൈൻ കംപ്ലീറ്റ് ചെയ്യും, അങ്ങനെ ചെയ്യും. ബംഗാളി ഇങ്ങനെ ചെയ്യും. സോ ഐ യൂസ് ടു ലവ് ലാംഗ്വേജസ്, അതാണ്. ബട്ട് യെസ്, ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ അഹമ്മദാബാദ്, പഠിച്ചു ഗ്രാജുവേഷൻ എഞ്ചിനീയറിംഗ്. ഇവിടെ വന്നിട്ടാണോ മലയാളം പഠിച്ചത്, അതോ അവിടുന്ന് പഠിച്ചിട്ടുണ്ടോ? ഐ ന്യൂ ലിറ്റിൽ ബിറ്റ്, നോട്ട് മച്ച്, പക്ഷെ ഇവിടുത്തെ ടോട്ടൽ ഇവിടുത്തെ സെക്കൻഡ് ഒഫീഷ്യൽ ലാംഗ്വേജ്. കറക്റ്റ്. അതെ, ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും മലയാളം. എവ്രിവെയർ. അതെ. സി, യു ഹാഡ് എ വെരി ഗുഡ് കരിയർ ഗോയിങ് ഫോർ യു. ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കരിയർ ആയിരുന്നു. നാട്ടിൽ നിന്നും, അതായത് BSNL ആണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടുന്ന് ഹെഡ് ഹണ്ട് ചെയ്ത് ദുബായിലേക്ക് കൊണ്ടുവന്നതാണ്, UAE-ലേക്ക് കൊണ്ടുവന്നതാണ്. സോ അവിടുന്ന് പിന്നെ ഇതിപ്പോ ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ജോലിയായി മാറി. ആ ഒരു ജേർണി എങ്ങനെയാണ്? I would like to tell you that there are times when human beings change in life. അങ്ങനെ ഒരു ചെറിയ കുഞ്ഞു ചേഞ്ച് എൻ്റെ ലൈഫിൽ ഉണ്ടായി. What happened was I was a very only daughter, and അങ്ങനെ very career oriented, very focused engineer ഒക്കെ, അങ്ങനെ ടെലികോം എഞ്ചിനീയർ. ഓക്കെ, അപ്പോൾ കാരണം ഞാൻ ഇവിടെ എത്തി. ലോഞ്ച് കഴിഞ്ഞതും എനിക്ക് അതേ ദിവസം RTA വിളി വന്നിട്ട് I went to RTA as a technical architect infrastructure. അവിടെ ഹൈ പ്രഷർ ജോബ്, ഹൈ പ്രൊഫൈൽ brings it brings more responsibilities with you, and at that time you are lost in your ambitions and challenges of your professional life. അത് മാത്രമായിരുന്നു എൻ്റെ ലൈഫ്. ഡേ ഡ്യൂട്ടി, നൈറ്റ് ഡ്യൂട്ടി, IT peak of IT. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് I needed a stress buster, because I wanted to beat the stress so that I could focus more on my career path, growthന് വേണ്ടി. അപ്പോൾ അങ്ങനെ ഞാൻ കുക്ക് ചെയ്യാൻ തുടങ്ങി. Because it's not that I knew cooking, I was not good at cooking, പക്ഷെ എനിക്ക് ഇഷ്ടമായിരുന്നു. I loved cooking. അപ്പോൾ ഞാൻ കുക്ക് ചെയ്ത് ഓരോരോ സാധനങ്ങൾ കുക്ക് ചെയ്തിട്ട് then that is it. പിന്നെ എന്താ, I used to keep it in the fridge. So over a period of a week my fridge was all stacked up. I didn't know what to do with this food. അങ്ങനെ ഒരു മനസ്സിൽ ഇത്തിരി വേദന ഉണ്ടായിരുന്നു. How to throw away all the food? ഇതെല്ലാം കളയാൻ പറ്റുമോ? And ഇത്ര ഖുഷി സെ ഇത്ര സ്നേഹത്തിൽ ഉണ്ടാക്കിയത് കളയാൻ പാടില്ല. And it's a sin to throw food. ആ ഒരു പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, okay, let me give it to someone who will eat it, and they will not throw it. അപ്പോൾ ആരായിരിക്കും? എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുക, കളീഗ്സിനൊക്കെ കൊടുക്കുക. It look very strange because they're all bringing food from home, or we have food courts. Everybody wants to do something else every day. അപ്പോൾ ഞാൻ ചോദിച്ചു, okay, somebody who will not be offended and who would readily accept my food will be the people who clean my tables. അല്ലെങ്കിൽ എനിക്ക് കോഫി കൊണ്ടുവരുന്ന, വാഷ്റൂം ക്ലീൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ പാവങ്ങൾ, they may not be offended. They may അവർ കഴിക്കും, അല്ലെങ്കിൽ അവർ ഒക്കെ ഹാപ്പി ആയിട്ട് accept ചെയ്യുമെന്ന് വിചാരിച്ചു. അങ്ങനെ തന്നെ they accepted. ഫുഡൊക്കെ അവർക്ക് ഞാൻ കൊടുക്കാൻ തുടങ്ങി ഡെയിലി. ബിക്കോസ് ഡെയിലി ഞാൻ വീട്ടിൽ പോയിട്ട് ഇതന്നെ ചെയ്യും, കുക്കിംഗ് സോ ദാറ്റ് ഐ ഫീൽ ഗുഡ്. ഓക്കെ, എന്തൊക്കെ ഉണ്ടാക്കി ഫോട്ടോ ഒക്കെ എടുക്കും, പിന്നെ പാക്ക് ചെയ്ത് വെക്കും, നെക്സ്റ്റ് ഡേ അവർക്ക് കൊണ്ടുകൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്ത് ഇറ്റ് വാസ് എ ഫ്യൂ മന്ത്സ്. അപ്പോൾ ഫ്യൂ മന്ത്സ് ആയപ്പോൾ ഒരു ക്ലീനർ, നമ്മുടെ ഓഫീസിലത്തെ ക്ലീനർ തന്നെ, അയാൾ വന്നിട്ട് he took his phone and he started showing me the pictures of his 2 boys. 7-8 വയസ്സ് 2 കുട്ടികൾ.
അവർ സ്കൂൾ യൂണിഫോം ഇട്ടിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു സിസ്റ്റർ എന്റെ ബോയ്സ് ആണ്, അവര് സ്കൂൾ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് യു നോ പീപ്പിൾ ബിക്കം ലിറ്റിൽ ഇമോഷണൽ. ഇപ്പോൾ ഒരു 2-3 മാസമായിട്ട് ഞാൻ ഫുഡ് കൊടുക്കുമ്പോൾ അയാൾ ഇത്തിരി ഇമോഷണൽ ആയിട്ട് ഈ സ്റ്റാർട്ടഡ് ടോക്കിംഗ് ടു മീ, ഷോയിങ് ദ പിക്ചേഴ്സ് ഓഫ് ഹിസ് ബോയ്സ്. അപ്പൊ ഞാൻ പറഞ്ഞു ഗുഡ് ദേ ഗോയിങ് ടു സ്കൂൾ, അവർ പഠിക്കുക നല്ലോണം. സോ ഈ സ്റ്റാർട്ടഡ് സെയിങ് they're going to school because of you, आपकी वजह से जा रहे हैं स्कूल. അപ്പോൾ ഞാൻ പറഞ്ഞു I could not relate to that because how come I did not even know him. ശരിക്കും പറയണമെങ്കിൽ ഞാൻ അയാളുടെ പേര് വരെ അറിയില്ല. I had maybe not even looked at him. Maybe he used to clean the office, he used to say good morning. ഞാൻ ഇങ്ങനെ എവിടെ നോക്കിയിട്ട് good morning പറഞ്ഞ ഒരു ഓട്ടോ ഇടാണ്ട്. So I did not even know him. So now educating somebody's children without even knowing him. So I asked him, how brother कैसा है ये? तो he said that आप बहुत ज़्यादा खाना लाती है और हम लोग क्या करते हैं, आधा दोपहर में खाते हैं, आधा रात में खाते हैं. ऐसा करके सेविंग करके सैलरी में से पैसा बचा के घर बेचते. So he started saying his salary was like 450 dirham, 300. In that he could not afford to have a schooling done for his children. അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ ആയിഷ അവരുടെ ലൈഫിൽ ഒരു വലിയ മാറ്റം വരുത്തി അല്ലേ? It was a very big point of guilt for me. എനിക്ക് അങ്ങനെ സഹിക്കാൻ പറ്റാണ്ടായി. Because a time when you don't know what you have done and it was not at all intentional because I wasn't doing it for them. അങ്ങനെ ഞാൻ slowly എൻ്റെ ലൈഫിനെ ഇത്തിരി अपने आप को pull out ചെയ്തിട്ട് സമയം എടുത്തിട്ട് during office hours ഈ പാവങ്ങളുടെ ക്ലീനേഴ്സ്, ഗാർഡനേഴ്സ്, ഡ്രൈവേഴ്സ് അവരൊക്കെ ഹായ് ഹലോ പറഞ്ഞിട്ട് slowly I got to know them. Okay. That's when I came to know washroom clean ചെയ്യുന്ന ladies were widows and അവർ 2-3 കുട്ടികൾ, അവർ അമ്മ ടേക്കിംഗ് കെയർ. ചില ഡ്രൈവറിന്റെ അച്ഛൻ ഹാൻഡിക്യാപ്ഡ് ആണ്, അയാളുടെ ഒരു സർജറിക്ക് വേണ്ടിയാണ് അവൻ പാവം ഇവിടെ വർക്ക് ചെയ്യണത്, ഓവർ ടൈം ചെയ്യണത്. സംബഡി വാണ്ട്സ് ടു ഗെറ്റ് ഹിസ് സിസ്റ്റർ മാരിഡ്, സംബഡി വാണ്ട്സ് ടു ഗെറ്റ് എ ഹൗസ് ബിൽഡ്. അങ്ങനെ എവറിബഡി വാസ് എ സ്റ്റോറി ആൻഡ് സംഹൗ ഐ വാസ് പ്ലേയിങ് എ റോൾ ഇൻ ദെയർ ലൈഫ്സ് ബൈ ദിസ് കുക്കിംഗ് ഓഫ് മൈൻഡ് വിച്ച് വാസ് എ സ്ട്രെസ് ബസ്റ്റ്. സി ആക്ച്വലി ഇതൊരു വലിയൊരു ഐ ഓപ്പണർ ആണ്. എൻ്റെ തന്നെ ലിസണേഴ്സിൽ ഒരുപാട് പേര് നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ അടുത്ത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ആർക്കെങ്കിലും സഹായം ചെയ്യണമെങ്കിൽ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ദേ ഡോണ്ട് നോ ദ പാത്ത്. അതാണ് അത് എങ്ങനെ എത്തിപ്പെടണം എന്നറിയത്തില്ല. ആയിഷയുടെ ലൈഫിൽ അറിഞ്ഞോ അറിയാതെയോ യു റീച്ച് ദറ്റ് പാത്ത്. ജർമ്മി ഇപ്പൊ ഈ ഒരു ഫുഡ് ATM എന്ന ഈ ഒരു കാർഡും ഇങ്ങനെ ഒരു നമ്പറും ഒരു ബാർകോഡും ഒക്കെ ഇതെന്താണ് സംഭവം? It again relates the entire the entire ethic or concept of food ATM maps back to those people only. The same people who were the cleaners, gardeners, drivers. അവർക്കൊക്കെ ഈ ഓഫീസിൽ ജോലി ചെയ്യുന്ന കാരണം ബാങ്ക് അക്കൗണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ ATM ഡെബിറ്റ് കാർഡ്സ് ബിക്കോസ് ഓഫ് ദ സാലറി അക്കൗണ്ട്സ് ഇത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവര് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ മന്ത് വന്നിട്ട് എന്നോട് പറയും, സിസ്റ്റർ देखो कार्ड तो है लेकिन 400 dirham सैलरी है तो महीने के एंड में इसमें कुछ भी नहीं है, ये खाली है. അങ്ങനെ പറഞ്ഞു ചിരിക്കാറുണ്ട്. So they were actually making fun of their own pain. That is the way to handle pain also. അപ്പോൾ അങ്ങനെ പെയിൻ ഫീൽ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി അവർ പറഞ്ഞു ഇവന് വെറുതെ കാർഡാണ്, खाली ऐसे लेके घूमता है, इसमें कुछ भी नहीं है അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ when I decided to have a formal organization, I thought of why not giving them the confidence in their pocket. അപ്പോൾ ഈ കാർഡിന്റെ because I'm an IT person, ഇതിന്റെ പിന്നിൽ ലോജിക് എന്താ വെച്ചാൽ we made smart cards. അപ്പോൾ ഈ സ്മാർട്ട് കാർഡ് ഫോർ എക്സാമ്പിൾ ഇതൊരു ഡ്രൈവറിന്റെ സ്മാർട്ട് കാർഡാണ്. ഇങ്ങനെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇയാളുടെ ഇഫ് യു സി അയാളുടെ ഫോട്ടോ, അയാളുടെ പേര്, അയാളുടെ എംപ്ലോയർ ID ഒക്കെ ഉണ്ട്. At the beginning of the month ഈ കാർഡിൽ we will have 30 breakfast, 30 lunch and 30 dinner as a count loaded. It's an ATM card, it's a debit card പോലത്തെ. എന്നിട്ട് today being the date, today say 5th of the month, അപ്പോൾ 5 breakfast കൊടുത്തു കഴിഞ്ഞു, 5 lunch ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു ആൻഡ് 4 ഡിന്നർ കൊടുത്തു കഴിഞ്ഞു. ഇന്ന് ഡിന്നറിന്റെ സമയമായിട്ടില്ല. സോ ദ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ വിച്ച് ഇസ് ഓൺലൈൻ അത് കാണിക്കും ദാറ്റ് ഇനി ഡിന്നർ അഭി ഡിസ്പെൻസ് नहीं हुआ है. അങ്ങനെ അപ്പോൾ whichever company he belongs to, their respective HR team can very easily go online and see the score for this person. അങ്ങനെ മീൽസ് എത്ര എടുത്തെന്ന്. ഓക്കെ ഇങ്ങനെ towards the end of the month score reduce ആയിട്ട് ലാസ്റ്റ് ഡിന്നർ ആകുമ്പോൾ സ്കോർ ഒക്കെ 0. അതെ ആ സമയം തന്നെ നമ്മുടെ സിസ്റ്റം വിൽ ഓട്ടോമാറ്റിക്കലി അപ്ലോഡ് നെക്സ്റ്റ് ഡേ ഫസ്റ്റ് മന്ത് നെക്സ്റ്റ് ഡേയുടെ ഫസ്റ്റ് ഡിന്നർ 30 ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ആൻഡ് ഡിന്നർ. അപ്പം ഇത് നിങ്ങൾ ഫുഡ് ഉണ്ടാക്കി ആ ഒരു ക്യാമ്പിലേക്ക് ഡെലിവർ ചെയ്യുവാണ്. എല്ലാ കമ്പനീസിലും ലേബർ അക്കോമഡേഷൻസിലും കൺസ്ട്രക്ഷൻ സൈറ്റിലും അവിടെ കൊണ്ടുപോകും. അവർക്ക് ഈ കാർഡ്സ് ഓൾറെഡി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ പയ്യന്മാർ കാർഡ് കാണിച്ചു തരും, നമ്മൾ സ്വൈപ്പ് ചെയ്യും.
ഇപ്പോൾ we have QR code, scan you, Okay. automatically the counts will reduce. അപ്പോൾ this is my confidence to all those people. ഇത് ലോഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഇതിന് ഇപ്പൊ ഒരു മീലിന് എത്ര 3 dirhams? 3 dirhams. അപ്പൊ ഈ 3 dirhams ലോഡ് ചെയ്ത് കൊടുക്കുന്ന കമ്പനീസ് ആണോ? Companies. See, it's an amount which the workers can easily afford now. Correct, correct. അപ്പോൾ many companies അവർ സ്പോൺസർ ചെയ്യും. ശരി. ചില കമ്പനീസിന് 50-50, 50% കമ്പനീസും 50% ഇവർ വർക്കേഴ്സ് ചെയ്യും. ചില സ്ഥലത്ത് അവർ സ്വയം എന്നെ സ്പോൺസർ ചെയ്യും. ബിക്കോസ് ഇറ്റ്സ് വെരി അഫോർഡബിൾ. Yes. 3 dirham പറഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് ക്യാ ഹെ? ഒരു ദിവസത്തില് 9 dirhamല് യാനി സിംഗിൾ ഡിജിറ്റില് അവർ 3 ടൈം ഭക്ഷണം കഴിക്കും. അങ്ങനെ അവർ കാശ് സേവ് ചെയ്തിട്ട് അവരെ വീട്ടിലേക്ക് അയക്കും. ഈ ഫുഡ് ഏറ്റിയത്തിൽ ഇപ്പം 3 dirhamsന് ഫുഡ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആയിഷയ്ക്ക് അത് ആക്ച്വലി അത് എങ്ങനെ അഫോർഡബിൾ ആകുന്നു? അത് ഒരു റെസ്റ്റോറന്റിലോ ഒരിടത്തോ നമ്മൾ ഈ 3 dirhamsന് ഒരു മീല് നമ്മൾ കാണുന്നില്ല. അപ്പൊ ഹൗ ആർ യു ഏബിൾ ടു ഡു ഇറ്റ്? അതെ, when whoever sees this concept or whoever asks me this question would obviously be at a very high level in life. അവർ ഈ ബർഗർ ലെവലിൽ വന്നിട്ടല്ല ഈ ക്വസ്റ്റ്യൻ ചോദിക്കണേ. അത് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഈവൻ ദാൻ ഐ സ്റ്റാർട്ടഡ് ഓഫ് ദിസ് ഫെസിലിറ്റി ആൻഡ് വെൻ ഐ കെയിം ഹിയർ ന്യൂലി ടു ദ ഇൻഡസ്ട്രിയൽ ഏരിയ, എനിക്ക് ഒട്ടും അറിയണ്ടായിരുന്നില്ല ഇൻഡസ്ട്രിയൽ ഏരിയ എന്താണ്, ഇവിടെ എങ്ങനത്തെ കമ്പനീസ് ആണ്, ഈ പയ്യന്മാരുടെ സാലറീസ് എന്താണ്. ഐ ഡിഡ് നോട്ട് ഹാവ് മച്ച് ഐഡിയ. ഐ ഹാഡ് എ വെരി വേഗ് ഐഡിയ. അപ്പോൾ വെൻ ഐ കെയിം ടു നോ ദാറ്റ് ദ സാലറീസിൽ അവർക്ക് ഒരു മീൽ എത്രയ്ക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുക. സോ ഐ തോട്ട് 10 dirham it's affordable because I was staying in the greens and I had a very different lifestyle. അപ്പോൾ ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് മേടിക്കുന്ന ഒരു 35 dirhamലായിരുന്നു. അപ്പോൾ ഐ സ്റ്റാർട്ടഡ് കാൽക്കുലേറ്റിംഗ് 10 ശരിയായിരിക്കും, സഹി होगा 10 ഒരു മീൽ സഹി. പക്ഷെ ഇവിടെ വന്നിട്ട് when I met them I came to know about their livelihood, how much they have to, the very first intention is അവർക്ക് സാലറി കിട്ടിയതും they want to send it home. പിന്നെ വാട്ട് ഹം कैसे भी जी लेंगे, ഫസ്റ്റ് അവർ സേഫ് ആവട്ടെ. ഇതാണ് 99% ബോയ്സ്. There could be only 1% who might think different. പക്ഷെ ഇതാണ് regular thought. Towards the end of the month, as I said, they don't have much anything. അപ്പോൾ ഒരു ചായ കുടിച്ചാൽ അല്ലെങ്കിൽ ഒരു പറാട്ട കഴിച്ചിട്ട് ഒരു ദിവസം അവർ സ്പെൻഡ് ചെയ്യണം. ബിക്കോസ് 2 dirham हो जाता है. അപ്പോൾ അത്രേ ഉള്ളൂ. രാവിലെ ചായ കുടിച്ചാൽ വൈകുന്നേരം ഇല്ല. സോ ദേ ഡിസൈഡ് कि सुबह पराठा खाना है तो शाम में चाय पियेंगे, सुबह चाय पियेंगे तो शाम में पराठा खाएंगे. ഇങ്ങനത്തെ ദിവസങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന പയ്യന്മാരുണ്ട്. ഇങ്ങനത്തെ സിറ്റുവേഷൻ, എസ്പെഷ്യലി ആഫ്റ്റർ പാൻഡമിക് തിങ്സ് വെർ ഓൾ ദ മോർ ഡിഫിക്കൽട്ട് ആൻഡ് ചാലഞ്ചിങ്. അപ്പോൾ ഐ റിയലൈസ് ദാറ്റ് something that could have a staple food given. By that I mean രാവിലെ ഒരു വലിയ പറാട്ട which is called പാകിസ്ഥാനി പറാട്ട. അത് വലുതാണ്, നമ്മുടെ പറാട്ടയുടെ പോലെ അല്ല, നമുക്ക് കഴിക്കാൻ പറ്റില്ല. It's quite big. Quite big and heavy. And one dabba of box of 250 ml box of keema അല്ലെങ്കിൽ രാജ്മ ദാൽമാഷ് അങ്ങനെ. പിന്നെ അതിന്റെ കൂടെ നമ്മളൊരു കുഞ്ഞി ഫ്രൂട്ട് കൊടുക്കും, either apple, orange in the seasonal, അല്ല ഒന്നുമില്ലെങ്കിൽ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് കൊടുക്കും, ഗ്ലൂക്കോസ് ബിസ്ക്കറ്റ്. ഇങ്ങനെ 3 ഐറ്റം. അതിന് അവർ 3 dirham is പെർഫെക്റ്റ്. ബിക്കോസ് അതാണ് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്, അത്രേ പറ്റുള്ളൂ. ദിസ് ഇസ് ദിയർ കാൽക്കുലേഷൻ. വാട്ട് അബൌട്ട് മൈ കാൽക്കുലേഷൻ? റെന്റ് ഉണ്ട്, സാലറീസ് ഉണ്ട്, അച്ഛാ അതൊക്കെ വിട്. Raw materials മേടിക്കണ്ടേ? I have to. With the biting inflation, which is not only faced by me, globally faced by everyone, we have a lot of challenges when it comes to the raw materials. Maida, atta, tel, gas, എല്ലാത്തിനും cost it keeps on increasing. So what I do is I have a forecasting done of a month or 2 months and I buy in huge volumes. അപ്പോൾ എനിക്ക് ഒരു റിബേറ്റ് കിട്ടും. അല്ലെങ്കിൽ ഐ കനോട്ട്, ഞാനൊരു 100 കിലോ ഒക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഐ കനോട്ട് അഫോർഡ്. ഐ ഹാവ് ടു ബൈ 1000-5000 kgs അങ്ങനെ സ്റ്റോക്ക് ചെയ്യാം. അപ്പൊ ഈ ടമാറ്റർ പോലത്തെ സാധനം വിച്ച് ഇസ് എ വെരി ഡെലിക്കേറ്റ് തിങ്, ടൊമാറ്റോസ്, അത് ഞാൻ 500 കിലോ ഒക്കെ നിറയ്ക്കുക. ഇമാജിൻ. അതൊക്കെ പെരിഷ് ചെയ്യാതെ എങ്ങനെ? അതെ, അതൊക്കെ ഡീപ് ഫ്രീസ് ചെയ്യും. Because when tomatoes, because they get decayed. This is what I want to tell the women. Nothing is difficult because I was not a good cook. I did not have any idea about cooking or food industry. I'm not saying I'm good at that now. All I'm saying is I have learned a few things. ആയിഷ ഇപ്പൊ ഈ ഒരു ഫുഡ് ഏറ്റിയത്തിന്റെ ബിസിനസ് കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു കാർഡ്, ഈ ബാർകോഡും ഒക്കെ ഉള്ള ഒരു കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ യു വിൽ ഡെഫിനറ്റ്ലി നീഡ് എ ടീം അല്ലേ? അതോ എല്ലാ ഒരു വൺ മാൻ ആർമി ആണോ ഇവിടെ? ഇല്ല. Any project, I would like to tell you, I like to tell all the audience, any project is a teamwork. And it's the same for food ATM also. I'm not alone. പക്ഷേ going back to the time when I had to invest and why I had to invest, എനിക്കൊരു കുഞ്ഞ് IT company ഉണ്ട് in Sharjah. So when I made the smart card idea and the project, it's a very very IT project. അപ്പോൾ I was very confident it's easy to roll out. ഇത്രയേ ഉള്ളൂ. So my idea was that I'll get the bulk meals cooked from the public kitchens and ഇങ്ങനെ roll out ചെയ്യാം.
Then I went to the Ministry of Economic Development. I told them, agar ek Aisha can do something, Yeah. जैसा assume 100 Aishas, we can do so much. So we will make a food center. Yeah. അവിടെ people can, many ladies, men, ആരെങ്കിലും interested can come and drop the meals, Yeah. and anybody can come and pick the meals and have it. Okay. After that they said, okay, we are not saying that your intention is wrong, it's not that, but your method is not correct because this is not acceptable. It's a food industry project, it's not an IT industry project. So they said, form a brand of your own, Sure. have your own facility where you can cook, pack and deliver. Okay. And since it will be under your trade license, under your brand, it becomes easy. We will come for inspections. Okay. We will support you where and when needed. Okay. And together you can all see success. Yes. So that made sense. So I didn't know कि करना तो है Yeah. പക്ഷേ എങ്ങനെ ചെയ്യും ഇത്രയധികം ഫണ്ട് എവിടെ ആസ് എ വെരി ടിപ്പിക്കൽ ഇന്ത്യൻ ഐ വുഡ് സേ വുമൻ ഇന്ത്യൻ വി ഓൾ സേവ് ആൻഡ് മേക്ക് എ ഹൗസ് ഇൻ ഇന്ത്യ Correct. so that's what even I did and I was very fond of a villa and a garden and all that but when I had to take my project ahead that was my only safe bet അത് പോയി വിറ്റു I brought the money here and I invested in Ajman. സപ്പോസിങ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഏതെങ്കിലും ഒരു ആൾക്ക് ഒരു നമ്മുടെ ലിസണറിന് ആർക്കെങ്കിലും ഒരു ഇഫ് യു വോണ്ട് ടു ബി എ പാർട്ട് ഓഫ് ദിസ് ബൈ ഇപ്പൊ സാധനങ്ങൾ കൊണ്ട് ഡൊണേറ്റ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി അതൊരു പോസിബിലിറ്റി ആയിട്ട് ഞാൻ കാണുന്നു അല്ലാതെ ഹൗ എൽസ് ക്യാൻ ദേ സപ്പോർട്ട് യു I really wanted to urge many people. ഞാൻ ഒരു ഇവന്റ് നടത്താറുണ്ട് which is called gift a meal. Gift a meal ഞാൻ I will show the boxes. ഞാൻ ഇത്ര വലിയൊരു ബോക്സ് 10 ദിറമില് what we used to have dates, we used to have sweet fruits, പിന്നെ ചന മസാല പക്കോടെ and big box of അതിന്റെ ബോക്സിനുള്ളിൽ തന്നെ ഇൻബിൽറ്റ് ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ മട്ടൺ ബിരിയാണി വിത്ത് എ ഗ്ലാസ് ഓഫ് ബോട്ടിൽ ഓഫ് വാട്ടർ അല്ലെങ്കിൽ ലബാൻ ഇങ്ങനെ ഗിഫ്റ്റ് മീൽ ഇവന്റ്സ് ചെയ്യാറുണ്ട് സോ പീപ്പിൾ ക്യാൻ ആക്ച്വലി ഡു ദാറ്റ് വിത്ത് യു അല്ലേ ദേ ക്യാൻ കൊളാബറേറ്റ് വിത്ത് യു ആൻഡ് ഡു എ ഗിഫ്റ്റ് എ മീൽ തിങ് അതെ with all the restrictions with now with the pandemic restrictions that we have അതൊക്കെ ഒബ്സർവ് ചെയ്തുകൊണ്ടും goodness can still happen. നമ്മളെപ്പോഴും പറയാറുള്ളത് ലൈഫിന്റെ ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് റിസീവിംഗിലല്ല ഗിവിംഗിലാണ്. അപ്പോൾ ആയിഷയുടെ ലൈഫ് അതിനൊരു നല്ല ഉദാഹരണമാണ്. ആൻഡ് ഐ തിങ്ക് യു ആർ എ വെരി ഹാപ്പി പേഴ്സൺ ടുഡേ. മനസ്സിലെവിടെയോ ഭയങ്കര ഒരു സംതൃപ്തിയുണ്ട്, ഒരു കണ്ടെന്റ്മെന്റ് ഉണ്ട്. സോ ഐ തിങ്ക് കീപ് ഡൂയിങ് ദ ഗുഡ് വർക്ക് ദറ്റ് യു ആർ ഡൂയിങ് ആയിഷ. ഇറ്റ് ഈസ് വണ്ടർഫുൾ മീറ്റിംഗ് യു. Thank you so and I much. wish you all the very best. God bless. Thank you so much. All right, so അങ്ങനെ മായ ലോഗ്സിന്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. I'll see you next time. See you.